നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിത ബുദ്ധിനാ. എന്റെ കൂടെ എനിക്ക് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യാൻ വന്നവരെല്ലാം ഇപ്പോൾ നിരുത്സാഹരായി ചമഞ്ഞിരിക്കുന്നു. ഇപ്പോ അവരുടെ എല്ലാം മനസ്സിൽ പാണ്ഡവന്മാരാണ് കേമന്മാർ. പാണ്ഡവന്മാർ വിജയിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. പാണ്ഡവന്മാരെ അവര് ഉയർന്ന തലങ്ങളിൽ കാണാൻ ആഗ്രഹിക്കുന്നു. അവരുടെ ശ്രേയസ്സിനെ, പാണ്ഡവന്മാരുടെ ശ്രേയസ്സിനെ അവർ ആഗ്രഹിക്കുന്നു. അപ്പോ ഏതു പ്രകാരത്തിലാണ് കൗരവപക്ഷത്തിന് വിജയത്തിലേക്ക് എത്താനായി സാധിക്കുക? അങ്ങയുടെ നേതൃത്വത്തിൽ. യഥാർത്ഥത്തിൽ ഞാൻ വിജയം കാക്ഷിച്ചത് ഭീഷ്മരിലൂടെയും അങ്ങിലൂടെയുമാണ്. നിങ്ങൾ രണ്ടുപേരും എന്റെ ആ വിശ്വാസത്തെ തകർത്തു കളഞ്ഞു. സ്വയം ഹി മൃത്യുർവിഹിത സത്യസന്ധേന സംയുഗേ. സത്യസന്ധനായിരിക്കുന്ന, സത്യപ്രതിജ്ഞനായിരിക്കുന്ന ഭീഷ്മപിതാമഹൻ, അദ്ദേഹത്തിന്റെ പ്രതിജ്ഞയെ ഇളക്കാനായിട്ട് ആർക്കും സാധിച്ചില്ല. ആ സുദീർഘമായ ജീവിതത്തില് എന്തെല്ലാം നാടകീയമായ സന്ദർഭങ്ങൾ വന്നു ചേർന്നു. അതിനൊന്നിനും അദ്ദേഹത്തിന്റെ മനസ്സിനെ ഇളക്കാനായില്ല. അദ്ദേഹം തന്റെ ആ പ്രതിജ്ഞയിൽ ആജീവനാന്തം ബ്രഹ്മചര്യം, അതിൽ അദ്ദേഹം ഉറച്ചു നിന്നു. അതാണ് സത്യപ്രതിജ്ഞനാണ് അദ്ദേഹം. ആ സത്യപ്രതിജ്ഞത്വം അദ്ദേഹത്തിന് പരിധിയില്ലാത്തതായ കരുത്തേകുന്നു. അദ്ദേഹം എന്തു ചെയ്തു? അദ്ദേഹം സ്വയം മൃത്യു വരിച്ചു. അദ്ദേഹത്തെ കൊല്ലാൻ ആർക്കും സാധ്യമല്ല ഈ പ്രപഞ്ചത്തില്. അത്ര കണ്ട് വീരനാണ്. പരശുരാമൻ പോലും അദ്ദേഹത്തിന്റെ മുന്നിൽ നിന്ന് തോൽവി സമ്മതിച്ച് പിൻവാങ്ങിയതാണ്. ഭീഷ്മന്റെ സത്യനിഷ്ഠ കൊണ്ടാണ് പരശുരാമന് തോൽക്കേണ്ടി വന്നത്. അങ്ങനെയുള്ള ഭീഷ്മൻ വിചാരിച്ചാൽ പാണ്ഡവന്മാരെ തകർത്തെറിയാൻ എന്താണ് പ്രയാസം? ഒരു പ്രയാസവുമില്ല. നിസ്സാരമായിട്ട് അദ്ദേഹത്തിന് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാനത് പ്രതീക്ഷിച്ചു. എന്റെ പിതാമഹൻ പക്ഷേ അതെനിക്ക് വേണ്ടി ചെയ്തു തന്നില്ല. അത് ചെയ്തു തന്നില്ലെന്ന് മാത്രമല്ല, നമ്മുടെ പക്ഷത്തിന് അദ്ദേഹത്തിന്റെ അഭാവം മൂലം സുരക്ഷിതത്വം കുറയുകയും ചെയ്തു. അരക്ഷിതാവസ്ഥ ഇവിടെ വളർന്നു വരുന്നു. അദ്ദേഹം വളരെ ബുദ്ധിപൂർവകമായിട്ട് അദ്ദേഹം പടക്കളത്തിൽ നിന്ന് പിന്മാറി. സ്വച്ഛന്ത മൃത്യുവാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ തപോബലം കൊണ്ടാണ് അങ്ങനെ ഒരു അനുഗ്രഹം അദ്ദേഹത്തിന് ലഭിച്ചത്. അദ്ദേഹം സ്വച്ഛന്ത മൃത്യുവായ അദ്ദേഹം അർജുനന്റെ അമ്പുകളേറ്റ് ശരശയ്യയിലേക്ക് സ്വയം വീണു. അദ്ദേഹമാണ് അർജുനന് ആ അവസരം കൊടുത്തത്. അതിനുപാധിയായിട്ട് ശിഖണ്ഡി. അങ്ങനെ അദ്ദേഹം, ഞാൻ ആഗ്രഹിച്ചതെന്തോ, ഈ യുദ്ധം കൊണ്ട് ഞാൻ ആഗ്രഹിച്ചത് ഹസ്തിനാപുരത്തിന്റെ സർവാധിപത്യമാണ്. അത് നേടിത്തരാതെ അദ്ദേഹം പിൻവാങ്ങി. പിന്നെ എനിക്ക് പൂർണ്ണമായിട്ടും ആശ്രയിക്കാൻ കഴിയുന്നത് അങ്ങാണ്. അങ്ങ് എന്താണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്? 3 ദിവസത്തെ യുദ്ധം കഴിഞ്ഞു. 4-ാം ദിവസത്തെ യുദ്ധം. അങ്ങ് സൈന്യാധിപനായ ശേഷം 3 ദിവസത്തെ യുദ്ധം കഴിഞ്ഞു. 4-ാം ദിവസത്തെ യുദ്ധം ഇതാ സന്ധ്യയോടടുത്തിരിക്കുന്നു. സൂര്യൻ അസ്തമിച്ചു. അസ്തമിക്കുന്നതിന് മുമ്പ് സംഭവിക്കേണ്ട പരാഭവങ്ങളെല്ലാം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതാ സൂര്യൻ അസ്തമിച്ചിട്ടും യുദ്ധം നിലയ്ക്കുന്നില്ല. യുദ്ധം തുടരുകയാണ്. പാണ്ഡവന്മാരും കൗരവന്മാരും വളരെയേറെ ആവേശത്തോടെയും ക്രോധത്തോടെയും ഏറ്റുമുട്ടുകയാണ്. അതിന് നേതൃത്വം വഹിക്കേണ്ട അങ്ങ് ഈ 4 ദിവസങ്ങളിൽ, 3 ദിവസം പൂർണ്ണമായി, 4-ാം ദിവസം ഇതാ ഇപ്പോഴും യുദ്ധം തുടരുന്നു. അങ്ങ് എന്താ ചെയ്തത്? ഭവാൻ ഉപേക്ഷാം കുരുതേ ശിഷ്യത്വാദർജുനസ്യ ഹി.
അങ്ങയുടെ ശിഷ്യനാണ് അർജുനൻ, പ്രിയപ്പെട്ട ശിഷ്യൻ. അങ്ങക്ക് ശിഷ്യന്മാർ അനേകം പേരുണ്ട്, രാജകുമാരന്മാർ തന്നെ 105 പേര്. അങ്ങനെ അല്ലാതുള്ളവരുമുണ്ട്. കർണൻ പോലും അങ്ങയുടെ ശിഷ്യനായി തീർന്നു ആ അഭ്യാസ കാഴ്ചയ്ക്ക് വന്നതിന് ശേഷം. ഇങ്ങനെ അങ്ങക്ക് ശിഷ്യന്മാര്, പ്രഗത്ഭന്മാർ അനേകം പേരുണ്ട്. ആ ശിഷ്യന്മാരോട് ഒന്നുമില്ലാത്ത അതിയായ വാത്സല്യം, എല്ലാവരോടും വാത്സല്യം ഉണ്ടെങ്കിലും അതിയായ വാത്സല്യം അങ്ങക്ക് മറ്റാരോടുമില്ല, അർജുനനോടാണ്. ആ അതിയായ വാത്സല്യം മൂലം അങ്ങ് എന്ത് ചെയ്യുന്നു? അർജുനന്റെ ഇഷ്ടം പോലെ പ്രവർത്തിക്കാനുള്ളതായ അവസരം വിട്ടുകൊടുത്തിരിക്കുന്നു. കൗരവ സേനാധിപന് യോജിക്കുന്ന പ്രവൃത്തിയല്ല അങ്ങ് ചെയ്യുന്നത്. സേനാധിപനായിരുന്നു കൊണ്ട് അങ്ങ് ഈ സൈന്യത്തെ വഞ്ചിക്കുന്നു എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. വഞ്ചിക്കുന്നു എന്നുള്ള വാക്ക് ഉപയോഗിച്ചില്ല. ശിഷ്യനോടുള്ള പ്രണയ ആധിക്യത്താൽ അങ്ങ് ശിഷ്യനെ തടയാതെ ഒഴിഞ്ഞു മാറുന്നു. ഇതിൽ പരം എന്തൊരു കുറ്റമാണ് സർവസൈന്യാധിപനിൽ ആരോപിക്കേണ്ടത്? ദുര്യോധനൻ പൂർണ്ണമായും ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നു ദ്രോണൻ വിചാരിച്ചാൽ അർജുനനെ സംഹരിക്കാനാകും എന്ന്. ദ്രോണൻ നേരത്തെ 1-2 ദിവസങ്ങളിൽ ദുര്യോധൻ വന്ന് പരാതി പറഞ്ഞപ്പോഴേക്കും ദുര്യോധനോട് പറഞ്ഞതാണ്, അർജുനനെ തോൽപ്പിക്കാനായിട്ട് എളുപ്പമല്ല, സാധിക്കുകയില്ല എന്ന്. ഭീഷ്മനും ഇതേ കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടെന്നാൽ ധർമ്മമാണ് അർജുനന്റെ രക്ഷാകവചം. അധർമ്മം അർജുനന്റെ സമീപത്തു കൂടി പോകുന്ന പോലുമില്ല. ധർമ്മം രക്ഷാകവചമായിരിക്കുമ്പോ കൃഷ്ണൻ രക്ഷാകവചമായിരിക്കുന്നു. യഥോ ധർമ്മ തതകൃഷ്ണ, യഥകൃഷ്ണ തഥോ ജയ. ദ്രോണൻ തന്നെ പറഞ്ഞ വാക്യമാണിത്. മഹാഭാരതത്തിലെ അനേകം കഥാപാത്രങ്ങൾ ഈ വാക്യം പല പല സന്ദർഭങ്ങളിൽ പറയുന്നത് വ്യാസൻ നമ്മെ കേൾപ്പിക്കും. യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് യുധിഷ്ഠിരൻ കാരണവന്മാരുടെയും ഗുരുക്കന്മാരുടെയും അനുഗ്രഹം തേടാനായിട്ട് അവരുടെ മുന്നിലേക്ക് ചെന്ന സംഭവം നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ്. അങ്ങനെ ഭീഷ്മനെ വന്ദിച്ച ശേഷം ഭീഷ്മന്റെ അനുഗ്രഹങ്ങളും നേടി ദ്രോണരുടെ അടുത്ത് ചെന്ന് വന്ദിക്കുമ്പോൾ ദ്രോണൻ യുധിഷ്ഠിരനോട് പറഞ്ഞ വാക്യമാണിത്. എവിടെയാണോ ധർമ്മമുള്ളത് അവിടെ കൃഷ്ണനുണ്ട്, എവിടെയാണോ കൃഷ്ണനുള്ളത് അവിടെ ജയവുമുണ്ട് എന്ന്. അങ്ങ് മനസ്സുകൊണ്ട് പാണ്ഡവപക്ഷത്താണ്. പാണ്ഡവന്മാർക്ക് വേണ്ടി അങ്ങ് സൗകര്യം ചെയ്തു കൊടുക്കുന്നു. അതുകൊണ്ടാണ് അങ്ങ് അർജുനനെ സംഹരിക്കാത്തത്. ഇല്ലെങ്കിൽ അങ്ങയ്ക്ക് അർജുനനെ സംഹരിക്കുക നിസ്സാരം. എങ്കിൽ ഞാൻ യുദ്ധത്തിൽ ജയിച്ചേനെ. അല്ലയോ ദ്രോണ, അങ്ങ് എന്നെ പറ്റിക്കുകയാണ് ഈ സർവസൈന്യാധിപന്റെ അധികാരം കയ്യിൽ വെച്ചുകൊണ്ട് എന്നർത്ഥം. വഞ്ചനയുടെ ആരോപണം. അതോ വിനിഹത സർവേ യസ്മജ്ജയ ചികീർഷവഃ. ഇങ്ങനെ അങ്ങ് അർജുനന് സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുക കൊണ്ട്, അർജുനനെ ആത്മാർത്ഥമായിട്ട് യുദ്ധം ചെയ്ത് സംഹരിക്കായിക കൊണ്ട് എന്ത് പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ പക്ഷത്തുള്ള ആത്മാർത്ഥതയുള്ള വീരന്മാരായിട്ടുള്ള യോദ്ധാക്കളെല്ലാം ഒന്നൊന്നായിട്ട് അർജുന ശരങ്ങളേറ്റും അർജുനന്റെ കൂടെയുള്ള സാത്യകി തുടങ്ങിയവരുടെയും ഭീമന്റെയും ഒക്കെ ആക്രമണങ്ങളിൽപ്പെട്ടും മരിച്ചുപോയി. ഇനി ആരുണ്ട് നമ്മുടെ പക്ഷത്തില് ആത്മാർത്ഥതയോട് നമുക്ക് വേണ്ടി ഇന്ന് പോരാടാൻ? ദ്രോണൻ ആത്മാർത്ഥതയോടുകൂടി പോരാടില്ല എന്ന് വ്യംഗ്യമായി പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇനി ഒരാൾ മാത്രമേ ഉള്ളൂ. കർണമേവതു പശ്യാമി സംപ്രത്യസ്മൈ ജയൈഷിണം. ഇപ്പോ എന്റെ ജയത്തെ ആഗ്രഹിക്കുന്നവനായിട്ട് നമ്മുടെ ഈ സൈന്യത്തില് മരിക്കാതെ അവശേഷിച്ചിട്ടുള്ള ആളുകളുടെ കൂട്ടത്തിൽ, അങ്ങ് ഉൾപ്പെടെയുള്ളവരുടെ കൂട്ടത്തിൽ കർണൻ മാത്രമേ ഉള്ളൂ. കർണന് മാത്രമേ ഞാൻ ജയിക്കണമെന്നുള്ള ആഗ്രഹമുള്ളൂ. അങ്ങയ്ക്കില്ല എന്നർത്ഥം. അങ്ങ് കാണിക്കുന്നത് മുഴുവൻ നാട്യമാണ്, വഞ്ചനയാണ്. കർണൻ മാത്രമേ എന്റെ വിജയം ആഗ്രഹിക്കുന്നുള്ളൂ. കർണൻ മാത്രമേ അത് പ്രവർത്തിക്കുകയുമുള്ളൂ
യഥാർത്ഥത്തിൽ ഞാൻ കാണിച്ചത് ഏറ്റവും വലിയ മണ്ടത്തരമാണ്. ദുര്യോധനൻ പറയാണ്, യോഹി മിത്രമവിജ്ഞായ യാഥാതഥ്യേന മന്ദധി മിത്രാർത്ഥേ യോജയത്യേനം തസ്യ സോർത്ഥോ വസീദതി. എനിക്ക് പറ്റിയ അബദ്ധം ഇതാണ്. ഒരാളെ മിത്രമായി സ്വീകരിക്കുന്നതിന് മുമ്പ് അയാളുടെ മാനസിക ഘടനയെ ഭംഗിയായി മനസ്സിലാക്കണം. അയാളുടെ വാക്കുകളിലൂടെയും അയാളുടെ പ്രവൃത്തികളിലൂടെയും ഒക്കെ അയാളെക്കുറിച്ച് നന്നായി പഠിച്ചതിന് ശേഷം മാത്രമേ അടുപ്പമേറിയ മിത്രമായിട്ട് കൊണ്ടു നടക്കാവൂ. എന്ന് മാത്രമല്ല, തന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടതായ ചുമതലകൾ ഏൽപ്പിക്കാൻ പാടുള്ളൂ. പലരും മിത്രങ്ങളുടെ രൂപത്തില് അടുത്തു വന്നു നിൽക്കും. ശത്രുക്കൾ ചതിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ പലതും ചെയ്യും. മിത്രമായിട്ട് അഭിനയിക്കും. അറിയാതെ അവരെ അടുപ്പക്കാരുടെ കൂട്ടത്തിൽ, ഏറെ അടുപ്പക്കാരുടെ കൂട്ടത്തിൽ പെടുത്തി അവരെ പ്രധാനപ്പെട്ടതായ ചുമതലകൾ ഏൽപ്പിച്ചു കഴിഞ്ഞാലോ ഇതുപോലെയൊക്കെ സംഭവിക്കും. യഥാർത്ഥത്തിൽ എന്നോട് യാതൊരു മിത്രതയുമില്ലാത്ത അങ്ങയെ ഞാൻ ഈ സൈന്യത്തിന്റെ സർവാധിപത്യം ഏൽപ്പിച്ചത് എനിക്ക് പറ്റിയ ഏറ്റവും വലിയ അമളിയായിപ്പോയി, മണ്ടത്തരമായി പോയി എന്ന് ദ്രോണനോട് ദുര്യോധനൻ വ്യംഗ്യമായി പറഞ്ഞ വാക്യമാണിത്.